ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന വിയറ്റ്നാം സൂപ്പർ എല്ലയുടെ പ്ലാവിനെ കുറിച്ചാണ്. വിയറ്റ്നാം സൂപ്പർ എല്ലയുടെ പ്ലാവിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ 1.5 വർഷമാകുമ്പോൾ കായ്ക്കാൻ തുടങ്ങും. ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ ഇവിടുത്തെ നഴ്സറിയിൽ നിൽക്കുന്ന പ്ലാവുകളാണ്. ഇത് 1.5 വർഷമാകുമ്പോൾ കായ്ക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇത് 9 മാസമായി ഈ പ്ലാവ് വെച്ചിട്ട്. ഇത് കണ്ടോ, ഇത് കായ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ ഇതിനെ ആദ്യം ഒരു 8-9 മാസം ആകുമ്പോൾ തന്നെ ഇതിൻ്റെ ചുവടിനെ ഒന്ന് പ്രൂൺ ചെയ്യണം. ഇത് കണ്ടോ, ഒരു 1.5 അടി 2 അടി ഹൈറ്റിൽ ഇതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തണം ആദ്യം. ഇത് കണ്ടോ, താഴെയുള്ള ശിഖരങ്ങളെല്ലാം വെട്ടി വൃത്തിയാക്കി നല്ല രീതിയിൽ വേറെ ശിഖരങ്ങളൊന്നും വരാൻ പാടില്ല. 2 അടി ഹൈറ്റോളം നമ്മൾ വെട്ടി വൃത്തിയാക്കുമ്പോൾ നിറയെ ഓക്സിജനൊക്കെ ഇതിനകത്ത് കിട്ടും. 9 മാസമൊക്കെ ആകുന്ന സമയത്ത് ഇത് ചെറുതായിട്ടൊന്ന് ചായും. ഇതിൻ്റെ ചുവട് ചായുന്ന സമയത്ത് ഞങ്ങളിത് ഇത് കണ്ടോ, ഇതുപോലെ നല്ല ഒരു പ്ലാസ്റ്റിക്, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കിനെ എടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ ഈ തടിയുടെ റൗണ്ട് ചെയ്ത് ഇതിലോട്ട് കെട്ടുക. ഇത് കണ്ടോ, അന്നേരം ഇവിടെ ഈ കയറിട്ട് കെട്ടുന്ന സമയത്ത് ഇത് ഇവിടെ ഇങ്ങനെ കയറ് ഇറുകാത്ത രീതിയിൽ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ വലിച്ച് കെട്ടുന്ന സമയത്ത് എത്ര വണ്ണം വെച്ചാലും ഈ തൈ ഇങ്ങനെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇതുപോലെ കെട്ടിയിട്ട് ആ ചായുന്ന സൈഡിൻ്റെ മറു സൈഡിലോട്ട് നമ്മളിതിനെ വലിച്ച് കെട്ടുക. അതിനുശേഷം നമ്മൾ ചക്ക കായ്ക്കാൻ വേണ്ടിയിട്ട് ആരംഭിക്കുന്ന ആ സമയം നമ്മളിതിൻ്റെ സ്ട്രെയിറ്റ് മണ്ടയെ, ഇത് കണ്ടോ, ഇതിൻ്റെ സ്ട്രെയിറ്റ് മണ്ടയെ നമ്മൾ കട്ട് ചെയ്യുക. മേൽഭാഗം ഒരു 10-12 അടി ഹൈറ്റിൽ വെച്ച് ഇതിനെ കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഇത് കണ്ടോ, ഇതിൻ്റെ ഓരോരോ ശിഖരങ്ങൾ, നിറയെ ശിഖരങ്ങൾ വന്നിട്ടുണ്ട്. ഈ ശിഖരത്തിൻ്റെ മണ്ടയെ, ചെറിയ ശിഖരങ്ങളുടെ മണ്ടയെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അതായത് ഒന്ന് കൈ കൊണ്ട് നുള്ളി മാറ്റുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും കത്തിയോ പിന്നെ കട്ടറോ എന്തെങ്കിലും വെച്ച് ഇതിനെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വിടുക. അന്നേരം പുതിയ ശിഖരങ്ങൾ, ഇത് കണ്ടോ, അടുത്ത പുതിയ ശിഖരങ്ങളോട്ട് വന്നുകൊണ്ടിരിക്കും. അന്നേരം നമ്മുടെ ഏകദേശം നമ്മുടെ ഒരു 10-12 അടി ഹൈറ്റിൽ തന്നെ നമ്മുടെ പ്ലാവിനെ നമ്മുടെ കയ്യെത്തും ദൂരത്ത് നിർത്തി വളർത്താൻ പറ്റും. മണ്ടയെല്ലാം കട്ട് ചെയ്ത് വിട്ടതിന് ശേഷം ചുവട്ടിൽ മണ്ണിനെ മാറ്റുക. ആ പഴയ മണ്ണിനെ മാറ്റിയതിന് ശേഷം നല്ല രീതിയിൽ പൈറ്റംപോസും പൊട്ടാസ്യം, വേപ്പും പുണ്ണാക്ക്, എല്ലുപൊടി എല്ലാം കൂടെ ചേർത്ത് ചുവട്ടിലോട്ടിട്ടതിന് ശേഷം പുതുമണ്ണിനെ വെട്ടി ഇതിൻ്റെ ചുവട്ടിൻ്റെ 4 പരിസരത്തോട്ട് ഇട്ട് നല്ല രീതിയിൽ മൂടി പുതയിടുക. മഴക്കാലത്ത് നമ്മൾ നല്ല രീതിയിൽ ഇത് കേടാവാതിരിക്കാൻ വേണ്ടി മഴ മാറുന്ന സമയത്ത് സാഫ് എന്ന് പറയുന്ന മരുന്ന് നമ്മൾ കടയിൽ വാങ്ങാൻ കിട്ടും, നമ്മുടെ നഴ്സറിയിലുണ്ട്, വാങ്ങാൻ കിട്ടും. അതിനെ വാങ്ങി ഇതിൻ്റെ പുറത്തോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. 1 വർഷം ആകുമ്പോൾ ചെറിയ കളകൾ വീഴാൻ തുടങ്ങും പല ശിഖരങ്ങളിലായിട്ട്. ആദ്യം ചുവട്ടിലാണ് സാധാരണ ചക്കയ്ക്ക് കള പിടിക്കാറുള്ളത്. അതിനുശേഷം പിന്നെ ഒരു 1.5 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ മേളിലോട്ട് ഓരോ കൊമ്പുകളിലോട്ടും ചെറിയ ചക്കകൾ ഉണ്ടാകും. ആദ്യം ചെറിയ ചക്കയായിരിക്കും. ഒരു 1.5 വർഷത്തിൽ കായ്ക്കുന്ന പ്ലാവ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, സാമാന്യം ഒരു 3 കിലോ 4 കിലോ ടൈപ്പിലുള്ള ചക്കകളായിരിക്കും നമുക്കിതിൽ ലഭിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 1.5-2 വർഷം കഴിയുന്ന സമയത്ത് ശരാശരി ഒരു 7 കിലോ 8 കിലോ വലിപ്പത്തിൽ വരുന്ന ചക്കകൾ നമ്മുടെ ഈ പ്ലാവിൽ ഉണ്ടാവും. കണ്ടോ, ഞങ്ങളുടെ നഴ്സറിയിൽ ഏകദേശം ഒരു 10-100ഓളം പ്ലാവുകൾ ഞങ്ങളുടെ നഴ്സറിയിൽ നമ്മൾ ബഡ് ബുട്ടിനായിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഇതുണ്ടല്ലോ, ബഡ് കമ്പനായിട്ട് നമ്മളൊരു 100ഓളം പ്ലാവുകൾ നമ്മുടെ നഴ്സറിയിൽ തന്നെ ഉണ്ട്. പല വെറൈറ്റിയിലുള്ളതുണ്ട്. ഇതെല്ലാം വിയറ്റ്നാമിൻ്റെയാണ്. ഇതുണ്ട്, ഏകദേശം 100 മൂടോളം നമ്മുടെ നഴ്സറിയിൽ തന്നെ നമ്മൾ നട്ടു വളർത്തുന്നുണ്ട്. ഇതിൽ നിന്നാണ് നമുക്ക് വേണ്ടുന്ന തൈകൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന ബഡ്വുഡാണ്. ഈ ബഡ്വുഡ് എടുക്കുന്നത് കാരണം ഞങ്ങൾ ഒരു പ്ലാവിൽ ഏകദേശം പോയി കഴിഞ്ഞാൽ ഒരു 10 ചക്ക മാത്രമേ നമ്മൾ നിർത്താറുള്ളൂ. ബാക്കി വരുന്ന ചക്കകളെല്ലാം നമ്മൾ ചെറുപ്പത്തിലെ തന്നെ കട്ട് ചെയ്ത് മാറ്റി വിടും. എന്നാൽ മാത്രമേ നമുക്ക് തൈ നമ്മുടെ പ്ലാന്റ് നല്ല രീതിയിൽ ബുഷായിട്ട് വളർന്ന് കിട്ടുകയുള്ളൂ. സാധാരണയായിട്ട് നമുക്ക് ഒരു ഏക്കറിൽ നമുക്ക് ഏകദേശം 200 മൂടോളം നമുക്ക് നിർത്തി വളർത്താൻ പറ്റും. 200 മൂട് പ്ലാവ് നമുക്ക് നമ്മുടെ ഒരു ബിസിനസ് പരമായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെ, അല്ല വീട്ടാവശ്യത്തിനൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ചല്ലേ ചെയ്യത്തുള്ളൂ. നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു പ്ലാവാണ്. 1.5 വർഷം കൊണ്ട് തന്നെ കായ്ക്കാൻ തുടങ്ങും. കണ്ടോ, ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് ബഡ്വുഡിന് കണക്കായിട്ടുള്ള തൈകൾ നമ്മൾ നട്ടു വളർത്തിയിട്ടുണ്ട്. മാർക്കറ്റിൽ ഇപ്പോൾ നല്ല ഡിമാൻഡുള്ള പ്ലാവാണ്.
ചക്കയായാലും അങ്ങനെ തന്നെ നിറയെ ആൾക്കാർ വന്ന് ഇവിടെ വന്ന് ചക്ക വന്ന് കിലോ കണക്കിന് തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ നഴ്സറിയിൽ കഴിഞ്ഞ വർഷമൊക്കെ നിറയെ ചക്ക കാച്ച പ്ലാവുകളുണ്ട്. ഇതിപ്പോൾ കായ്ക്കാൻ നിൽക്കുന്നതാണ്. കാച്ച പ്ലാവുകളെല്ലാം ഇപ്പം ചക്കയില്ല, വേണ്ടല്ലോ. ഞങ്ങൾ ഒരു വർഷം നല്ല രീതിയിൽ ഫലമെടുക്കുന്ന ഒരു പ്ലാവുകളാണിത്. ഇതെല്ലാം ഇതിൻ്റെ കൂടെ നിറയെ പ്ലാവുകൾ നമ്മുടെ നഴ്സറിയിൽ ഉണ്ട്. സാധാരണ ഒരു കുടുംബക്കാർക്ക് നമുക്ക് ഇതിൽ നിന്നൊരു 100 മൂട് പ്ലാവ് ഉണ്ടായിരുന്നാലും നമുക്ക് ഒരു വർഷം നല്ല രീതിയിലുള്ള ഫലം നമുക്ക് ലഭിക്കും. ഇതിൻ്റെ ഇപ്പോൾ നല്ല മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള ചക്കയാണ്. ഇതിൻ്റെ ചെറിയ തൈകൾ നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. ഇത് കണ്ടോ, ഇത് 100 രൂപ ടൈപ്പിലുള്ള 8 10 കവറിലുള്ള തൈകളാണ് വിൽപ്പനയ്ക്കായിരിക്കുന്നത്. ഇത് 12 കവറാണ്. ഈ കവറിൽ 3 അടി ഹൈറ്റോളം ഉണ്ട് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എൽഇയുടെ പ്ലാവ് തൈകൾ. ഇത് ഞങ്ങൾ 300 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. 12 കവറാണ്. ഇത് നമുക്ക് 200 രൂപയ്ക്കാണ് നമ്മൾ ഈ തൈ, ഏകദേശം 2 അടിയോളം ഹൈറ്റുള്ള തൈ ഞങ്ങൾ 200 രൂപയ്ക്കാണ്. ഇതിൻ്റെ ഒരുപാട് തൈകൾ ഞങ്ങളുടെ ഇവിടെ സ്റ്റോക്കുണ്ട്. എപ്പോഴും നമ്മുടെ ഇവിടെ കയ്യിൽ വിയറ്റ്നാം സൂപ്പർ എൽഇയുടെ പ്ലാവുകളെല്ലാം ഉണ്ടാവും. നിറയെ തൈകൾ നമ്മളിവിടെ ഉൽപ്പാദിച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് നഴ്സറിയിൽ നിന്നും വന്ന് വാങ്ങാവുന്നതാണ്. വിയറ്റ്നാം സൂപ്പർ എൽഇയുടെ വലിയ പ്ലാന്റാണിത്. കണ്ടോ, 5 അടിയോളം ഹൈറ്റുണ്ട്. നല്ല ബുഷായിട്ടുള്ള പ്ലാന്റാണ്. ഞങ്ങൾ ഈ പ്ലാന്റ് 750 രൂപയ്ക്കാണ് നമ്മുടെ നഴ്സറിയിൽ നിന്നും കൊടുക്കുന്നത്. നമ്മളെ യൂട്യൂബ് കാണുന്നവർക്കെല്ലാം വില പറയുന്നില്ല എന്ന് പറഞ്ഞ് ഒരു പരാതിയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഓരോ തൈകളുടെയും വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ തൈയുടെ വിലകൾ നമ്മൾ പറയുന്നതായിരിക്കും. കണ്ടോ, ഇത് ഏകദേശം 5-5.5 അടിയോളം ഹൈറ്റുള്ള നല്ല ബുഷ് പ്ലാന്റാണ്. 18 കവറിലാണ് നമ്മളിത് വെച്ചേക്കുന്നത്. ഇതിൻ്റെ ഒരുപാട് തൈകൾ നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഫോൺ നമ്പർ 75 98 20 58 49. ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം.